Hello. Welcome to market discussion of the day. Today, 22nd of January 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രീ റെക്കോർഡഡ് കോഴ്സ് നമ്മൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. വളരെ ബേസിക് ലെവലിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു കോഴ്സാണ്. അതിനുശേഷം നമ്മൾ 1-to-1 മീറ്റിംഗ് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 3 ദിവസം നമ്മൾ 1-to-1 സെഷൻസും നടക്കുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഒരുപാട് ലോകം മൊത്തം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇന്നലെ നമുക്ക് ഡാവോസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ട്രംപ് വേൾഡ് എക്കണോമിക് ഫോറം ഫോറത്തിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു സ്വിറ്റ്സർലാൻഡിൽ. ഓക്കെ, സോ അതിൻ്റെ ബേസിസിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. സോ ഇന്നലെ നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ചിനെ കുറിച്ച്, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ സ്പീച്ചിനകത്ത് ബേസിക്കലി ഗ്രീൻലാൻഡിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് US-ന് ഗ്രീൻലാൻഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു. സോ അത് ഒരു ഇമ്മീഡിയറ്റ് നെഗോസിയേഷൻ, ഡെൻമാർക്കുമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് നെഗോസിയേഷൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് സംസാരം ഉണ്ടായത്. ഒരു മിലിറ്ററി ആക്ഷന് പകരം ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ടാണ് അത് ആ ഒരു രീതിയിലുള്ളൊരു ടോക്കായിരുന്നു ബേസിക്കലി ഇന്നലത്തെ ഒരു ട്രംപിൻ്റെ സ്പീച്ചിൽ നടന്നിട്ടുണ്ടായത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒന്ന് സോഫ്റ്റനായി. ഇന്നലെ തന്നെ നമ്മളെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കണ്ടാൽ അറിയാം. സോ ആ ഒരു മീറ്റിങ്ങിന് ശേഷമൊക്കെ മാർക്കറ്റ് ജസ്റ്റ് എന്താ പറയുക ഈ ഒരു ക്യാൻഡിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ താഴോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. മാർക്കറ്റ് കുറച്ച് അഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 4750 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു വിഷയം ഒരു മിലിറ്ററി ഫോഴ്സ് ത്രൂ അല്ലാതെ ഒരു നെഗോസിയേഷൻ ത്രൂ ഒക്കെ നടത്താം എന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നതിൻ്റെ പേരിലാണ് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് താഴോട്ട് പോയത്. ഉറപ്പായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് അതിൻ്റെ കൂടെ ഉണ്ടാകുകയും ചെയ്തു. ഓക്കെ, സോ അതാണ് മെയിനായിട്ടുള്ള റീസൺ. അതിൻ്റെ കൂടെ തന്നെ നാറ്റോയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മളുടെ ട്രംപിൻ്റെ സ്പീച്ചിൽ നടന്നത്. സോ അതിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇന്ന് ഉള്ള മീറ്റിംഗ് ആണ്. ഇന്ന് ആരൊക്കെ തമ്മിലാണ് മീറ്റിംഗ്? ഇന്ന് നമ്മളുടെ ഡാവോസിലോട്ട് നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വരുന്നുണ്ട്. സെലൻസ്കിയും ട്രംപും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമ്മുടെ മോസ്കോയിൽ വെച്ചിട്ട് നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ US പ്രസിഡന്റിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ചങ്ങാതികളായിട്ടുള്ള സ്റ്റീവ് വിക്കോഫും അതേപോലെ പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു മീറ്റിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു റഷ്യ ഉക്രൈൻ വാർ എൻഡ് ആക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു ഇനിഷ്യേറ്റീവിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ US-ഉം യൂറോപ്പും തമ്മിലുള്ള ഈ ഗ്രീൻലാൻഡിൻ്റെ പേരിലുള്ളൊരു ഇഷ്യൂ നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പല രാജ്യങ്ങൾക്കുമെതിരെ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റഷ്യയും ഈ പറയുന്ന റഷ്യയും US-ഉം തമ്മിലുള്ളൊരു ബന്ധം കുറച്ചും കൂടെ നല്ലതാകും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനെങ്ങാനും എന്തെങ്കിലും ഒരു പീസ് ഡീലിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ US-ഉം യൂറോപ്പും തമ്മിൽ ഇത്രയും ഒരു നല്ലൊരു രീതിയിലല്ല പോകുന്നത് എന്നതുകൊണ്ടിട്ട് തന്നെ US കൊടുക്കുന്ന ഏതൊരു ഡീലും ഉക്രൈൻ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോ അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ ചിലപ്പം ഇന്ന് നമ്മൾ കുറേ കാലമായിട്ട് 3-4 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കാൻ വരെയുള്ള പോസിബിലിറ്റി ഉള്ളൊരു ദിവസമാണ് എന്നുള്ളൊരു ഇമ്പോർട്ടൻസിൽ വേണം നമ്മളിന്ന് ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇത് അങ്ങനെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.
സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് എങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകില്ലേ എന്നൊന്നും എനിക്കറിയില്ല. സോ നമ്മൾ നേരത്തെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ച് കഴിഞ്ഞാൽ, സോ ഇത് ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് യു എസിൽ നമ്മുടെ സ്റ്റീവ് വിക്കോഫ് മാത്രമല്ല പുടിനുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബോഡിയാണ് US. എന്താ പറയുക, ഒരു ബോഡിയാണ്, 2 മെയിൻ ആൾക്കാരും അതേപോലെ തന്നെ ഒരു ബോഡിയായിട്ടാണ് പുടിനുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നത്. സോ ബേസിക്കലി ഇങ്ങനൊരു പീസ് ഡീൽ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു $500 to $1,000 താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറവാണെന്നല്ല, ഉണ്ടാകത്തില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ട്രംപ് അവിടെ സ്വിറ്റ്സർലാൻഡിനെ ട്രംപ് അവിടെ നമ്മുടെ ഗ്രീൻലാൻഡിനെ എങ്ങനെ കൈക്കലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതായത് US-ഉം യൂറോപ്പും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്ത് റഷ്യ ഉക്രൈൻ വാർ എന്നൊക്കെ പറഞ്ഞാൽ അത് ആക്ച്വലി ചെറുതാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ? സോ അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ അങ്ങനെ പീസ് ഡീൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ഉറപ്പായിട്ടും മാർക്കറ്റ് ഒരു $100 അല്ലെങ്കിൽ $200 താഴോട്ട് പോകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാകും. പക്ഷേ നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് മാർക്കറ്റ് ഒറ്റയടിക്കങ്ങ് താഴെ പോകുന്ന ആ ഒരു സാധനം ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് ഓൾറെഡി നല്ല ഹൈപ്പിലാണ്. ഓൾമോസ്റ്റ് ഒരു 4,900 വരെയൊക്കെ ഇന്നലെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ ആ ഒരു ഓവർ പ്രൈസ്ഡ് ആണ് ആക്ച്വലി ഗോൾഡിനൊക്കെ ഒരു $1,000 താഴെയുള്ള ആക്ച്വലി ഉള്ള അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത് വരാനായിട്ടുള്ള 1 ounce ഓഫ് ഗോൾഡിൻ്റെ ആക്ച്വൽ റേറ്റ്, അല്ലേ? സോ ഇത്രയും പ്രൈസ് കയറിയ പല റീസൺസ് കൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒറ്റ വർഷം കൊണ്ട് ഗോൾഡ് ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ പ്രൈസിനെക്കാട്ടിലും കൂടുതൽ ഒറ്റ വർഷം കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? സോ ഇത് അലസിപ്പിരിഞ്ഞാൽ, ഈ ഒരു മീറ്റിംഗ് അലസിപ്പിരിഞ്ഞാൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി പോകുമോ എന്നുള്ളൊരു കാര്യവും ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, സോ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒറ്റ ക്യാൻഡിൽ നിങ്ങൾക്കറിയാം എത്രയാണ്, ഓൾമോസ്റ്റ് $100 വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിട്ട് റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കുന്നത് നമ്മൾ നേരത്തെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പീസ് ഡീൽ വന്നാലും ഈ ഒരു മീറ്റിംഗ് അലസിപ്പിരിഞ്ഞാലും ഭയങ്കരമായ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു എന്താ പറയുക, ഇപ്പോൾ ഉള്ള മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തുള്ള വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഭയങ്കരമായ ഒറ്റയടിക്കുള്ള $1,000 മൂവ്മെൻറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഓൾമോസ്റ്റ് ഇന്നും നാളെയായിട്ടൊക്കെയാണ് നമ്മളിതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. സോ അത് ഭയങ്കരമായി കെയർഫുൾ ആയിട്ടിരിക്കുക. ഉറപ്പായിട്ടും ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം എന്നൊന്നും അല്ല ഞാൻ പറയും. നമ്മുടെ ലെവൽസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യുക, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് നമ്മുടെ എന്താ പറയുക പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാത്ത പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. നേരെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട്, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം മെയിനായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഇനിഷ്യൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട്. സോ ഈ 2 ന്യൂസുകളാണ് മെയിനായിട്ടും വരാനുള്ളത്. പക്ഷേ ഇതൊന്നും വലിയ രീതിയിലുള്ള അഫക്റ്റ് ചെയ്യാനെന്നുള്ള പോസിബിലിറ്റി ഇല്ല. ഇത്രയും വലിയൊരു കാര്യം നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ഇതൊന്നും വലിയ രീതിയിൽ അഫക്റ്റഡ് ആവുകയും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. നമുക്ക് നാളത്തെ കലണ്ടർ, ഇപ്പം ഞാൻ കലണ്ടർ ബേസ് ചെയ്തിട്ട് വലുതായിട്ട് ഞാൻ എന്താ പറയുക ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ നാളത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി റേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഗോൾഡിൽ മാത്രമാണ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ബാക്കിയുള്ള കറൻസി പെയർ, ഫോറക്സ് പെയേഴ്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നേരത്തെ അത് എക്കണോമിക് കലണ്ടറിൽ എന്തെങ്കിലും ന്യൂസുകൾ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. കാരണം നാളെ നമുക്ക് രാവിലെ ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് ഒരു 6 മണിയാകുമ്പം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് ഓഫ് ജപ്പാൻ. നമ്മുടെ USD JPY നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ പറഞ്ഞ പൊസിഷൻസിനകത്ത് ട്രേഡ് എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ പോസിറ്റീവ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, ആ പ്രോഫിറ്റ്
എടുത്ത് ഈ ഡിസിഷൻ റേറ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്താ പറയുക നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. മാറ്റി വെക്കാൻ താഴോട്ടല്ല മുകളിലോട്ട്, എന്തായാലും ഒരു പ്രോഫിറ്റിൽ അവസാനിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്നിരുന്നാലും ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നാളെ രാവിലെ 6 മണിക്കുണ്ട്. അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകളാണ്. അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട് GBP എന്ന്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യൂറോയിൽ നിന്ന് ജർമ്മൻ ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI ഉണ്ട്. അത് ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യും. യൂറോയിൽ നമ്മൾ കുറച്ച് കാലമായിട്ട് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അതിനകത്ത് അധികം നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നീട് വീണ്ടും നമുക്ക് GBP നിന്ന് 3 മണിക്ക് ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഓക്കെ, ഫ്ലാഷ് സർവീസ് PMI ഉണ്ട്. അതേപോലെ തന്നെ US നിന്നും സെയിം ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI, ഫ്ലാഷ് സർവീസ് PMI. ഇത് വളരെ ഭയങ്കരമായ ഒരു അഫക്റ്റ് ചെയ്യും എന്നുള്ളത്, മാർക്കറ്റിൽ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി നമുക്ക് ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ USD JPY തന്നെ പോകാം. USD JPY 158.72 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ നമ്മൾ ഇന്നലെയും പറഞ്ഞു 158 അവിടുന്ന് ബൈ, 158 അവിടുന്ന് ബൈ, 158 അവിടുന്ന് ബൈ അല്ലേ. സോ 158 അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലാണിപ്പോൾ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ബൈ എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ പ്രോഫിറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ ബൈ എടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ഓക്കെ, സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോപ്പ് ലോസ് 157.40 താഴെയായിരുന്നു. ഓക്കെ, സോ 157.462 വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതിന് മുന്നേ മാർക്കറ്റ് താഴെ വന്നപ്പോൾ എവിടെ വരെ വന്നു? 157.422. സോ 157.440 താഴെ ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് പോലും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ബേസിക്കലി നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ സോ ഇത് ഇത്തിരി വൈഡായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അല്ലേ എന്ന് ചോദിച്ച് അടുത്ത് സ്റ്റോപ്പ് ലോസ് ഇടാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രേഡിങ്ങിനകത്ത് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇടണം എന്നുള്ളതാണ്. പല ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് കൊണ്ടിട്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ഓവർ എ പോയിന്റ് ഓഫ് ടൈം വലിയ വലിയ ലോസുകളിലോട്ട് ആൾക്കാർ പോകുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. ഓക്കെ, സോ അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? സ്റ്റോപ്പ് ലോസ് ഇടാൻ പഠിക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് വളരെ സിമ്പിൾ അല്ല, അത് ഓവർ എ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് തന്നെയാണ് നിങ്ങളത് പഠിക്കുന്നത്. ഉറപ്പായിട്ടും ഞാനും അങ്ങനെ തന്നെ ഒരാളായിരുന്നു. സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് അടിച്ച കാരണം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്തു, നല്ല രീതിയിലുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കി. ഓവർ എ പോയിന്റ് ഓഫ് ടൈം എന്ത് സംഭവിച്ചു? എല്ലാ ഉണ്ടാക്കിയ പ്രോഫിറ്റും ഒറ്റ ദിവസം 2 ദിവസം കൂടെ അടിച്ചു പോയിട്ടുമുണ്ട്. ഓക്കെ, സോ ഇത് പല ആൾക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിലും 10 എണ്ണത്തിനകത്ത് ഒരു 3 എണ്ണം ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോവും. ഓക്കെ, സോ അത് ട്രേഡിങ്ങിനകത്തുള്ളതാണ്. അത് അക്സെപ്റ്റ് ദ ലോസ് എന്ന് പറയുകയാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടുപിടിക്കാൻ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് ഈ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിൻ്റെ 1:1.5 റേഷ്യോയിൽ നമ്മൾ ടേക്ക് പ്രോഫിറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. സോ നമുക്ക് ബേസിക്കലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായിട്ടില്ല. 158.70 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നു. നമുക്ക് അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പോയപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ 158.5060 വരെയൊക്കെയാണ്. 159.4050 വരെയൊക്കെയാണ് മാർക്കറ്റ് നേരത്തെ ഹൈ പോയത്. ഓക്കെ, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പോയത് 159.40. സോ ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് ടാർജറ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ചതിന് ശേഷം സെക്കൻഡ് ടാർജറ്റ് നമുക്ക് 160 വരെ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി 160 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 162 അടുത്ത ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 162 എന്ന് പറയുന്ന USD JPYയുടെ റേറ്റ് എന്ന് പറയുന്നത് 2000-ന് ശേഷമുള്ള ഏറ്റവും വലിയൊരു റേറ്റ് ആണ് 162 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്കൊരു ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുള്ള ഒരു കാര്യമാണ്, നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് USD JPYയിൽ കുറച്ചുകൂടെ
കുറച്ചുകൂടെ കുറേ നേരമായിട്ട് പോകുന്നുണ്ട് അല്ലേ. സോ ജൂൺ 2024 162 എന്ന് പറയുന്ന ഒരു ഹൈയിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാം ജൂൺ 2022 ഈ ഒരു റേറ്റ് എത്തിയതിന് ശേഷം ഓക്കെ വെറും ഓഗസ്റ്റ് 13 ഓക്കെ. സോ അതായത് വെറും ഒരു 20 ദിവസം കൊണ്ട് മാർക്കറ്റ് 140 മാർക്കറ്റ് എത്തി. അതായത് ഓൾമോസ്റ്റ് 2000 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് വെറും 20 ദിവസം കൊണ്ട് USD/JPY ഉണ്ടായത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ടിട്ട് തന്നെ ഇത് ഇങ്ങനൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഇത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഡിസംബർ 31 വീണ്ടും 158 ഈ ഒരു പ്രൈസിലോട്ട് 2024 കേട്ടോ 158 ഇപ്പോഴത്തെ പ്രൈസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ ആയപ്പം വീണ്ടും 140 റേഞ്ചിലോട്ട് വീണ്ടും വന്നു. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ JPYയുടെ ഒരു ലോങ്ങർ ടേം സ്വഭാവമാണ് 162 140 162 140 അല്ലെങ്കിൽ 160 140 ആ റേഞ്ചിൽ കിടന്ന് കളിക്കുക എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 162 വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 162 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ, ഐ മീൻ 2000-ന് ശേഷമുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തില്ല USD/JPY എങ്കിൽ നമുക്ക് വി ക്യാൻ എക്സ്പെക്ട് എ പ്രൈസ് ഡ്രോപ്പ് അപ് ടു 140 to 140. ഓക്കെ, സോ ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അത് ചിലപ്പോൾ 3 മാസം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം 20 ദിവസം കൊണ്ടാവാം, അല്ലെങ്കിൽ 1 മാസം കൊണ്ടാവാം അല്ലേ. സോ നമുക്കറിയില്ല അത് എന്താണ് എങ്ങനെ ആയിത്തീരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് USD/JPY വേണം എന്നുള്ള ആൾക്കാർക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ അത് പ്ലാൻ ചെയ്യുക. നമ്മളെപ്പോഴും ഞാൻ ബേസിക്കലി ഒരു സ്വിംഗ് രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് USD/JPY ആക്ച്വലി ഈ പൊസിഷൻ എടുത്തത്. ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ സ്റ്റോപ്പ് ലോസും ഹിറ്റായിട്ടില്ല, എൻ്റെ ടേക്ക് പ്രോഫിറ്റും ഹിറ്റായിട്ടില്ല. ഈ രണ്ടും ഹിറ്റ് ആവാത്ത പക്ഷം ഞാൻ ഈ ട്രേഡിനകത്ത് നിന്ന് മാറേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കാറുമില്ല. അടിക്കുന്ന സമയത്ത് അടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് 162 എന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ 158.8 അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഹോൾഡ് ഓൺ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 159.30 അവിടെയൊക്കെ ഫസ്റ്റ് ടാർഗറ്റും 160 അടുത്തൊക്കെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നമ്മുടെ USD/JPY ഇല്ലാത്ത ആൾക്കാർ, ഈ ട്രേഡ് എടുത്തിട്ടില്ലാത്ത ആൾക്കാർ ഇന്നത്തെ ദിവസം മാറി നിന്നിട്ട് നമുക്ക് നാളെ ഒരു തീരുമാനം എടുക്കാം. നാളെ മാർക്കറ്റ് എവിടെ എത്തുന്നു നോക്കട്ടെ. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഓപ്പർച്യൂണിറ്റി 159 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും നമുക്ക് 159 മുകളിൽ കിട്ടിയാൽ 158.50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 158.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് നാളെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD/JPY പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയിൽ തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഏത് നിമിഷം വേണമെങ്കിലും താഴെ പോകാനായിട്ടുള്ള സാധനമാണ് യൂറോ. 2 ഓപ്പർച്യൂണിറ്റി പറയാം. 1.1500 അവിടെ നിന്ന് ബൈ എൻട്രി, 1.1800 അവിടെ നിന്ന് സെൽ എൻട്രി. ഈ 2 ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, 1.1500 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. 1.1800 അവിടെ നിന്ന് സെൽ എടുക്കുന്ന ആൾക്കാർ 1.1870 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USD വരുമ്പോൾ 1.34283 നിൽക്കുന്നു മാർക്കറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതല്ല. പക്ഷേ ഐ എം എക്സ്പെക്റ്റിംഗ് ഡൗൺഫോൾ ഇൻ GBP/USD. സോ അതുകൊണ്ടാണ് ഞാൻ 1.3400 ഇന്നലെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡൗൺഫോള് GBP/USD. ബിക്കോസ് ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ മിക്കവാറും ഉണ്ടാവത്തില്ല. ഇന്നത്തെ ദിവസം, ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 1.3400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എൻട്രി എടുക്കാം. 1.3330 താഴെയൊക്കെ ആയിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ. കഴിഞ്ഞ വട്ടം നമ്മൾ എടുത്തിട്ടുള്ള ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 1.3340 താഴെയായിട്ടാണ് 1.3330 താഴെയായിട്ട് 3340 താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഒരു 10 പിപ്പെങ്കിലും താഴെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവത്തില്ല.
എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ വീണ്ടും നമുക്ക് 1.3400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് 1.3410 1.3400 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് GBP ബൈ ചെയ്യാം ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം. കാരണം ഐ എം എക്സ്പെക്ടിങ് സം സ്റ്റേറ്റ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് UK ഫ്രം ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ GBP USD നമുക്ക് നല്ലൊരു റേറ്റിൽ കിട്ടും എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നല്ലൊരു റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.3200 ഓക്കെ, ഇത് രണ്ടുമാണ് ആക്ച്വലി എന്താ പറയുക നമുക്ക് നല്ലൊരു എൻട്രി. ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്ന ഗോൾഡിൻ്റെ ഒരു പോക്കായിട്ട് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ 3800 ആയിരുന്നു. ഞാൻ അവിടെ വെച്ച് എന്താ പറയുക ബൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആക്ച്വലി. ഇല്ല, ഞാൻ ബൈ ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മൾ GBP USDയിലെ ബൈ എൻട്രി എന്ന് പറയുന്നത് 1.3200 1.3300 ഈ രണ്ട് ബൈ എൻട്രി നമുക്ക് നല്ലൊരു ബൈ എൻട്രി ആയിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBP USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബ്രോക്കർ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ മാർച്ച് വരെ സ്റ്റാർ ട്രേഡർ നല്ല രീതിയിലുള്ള ബോണസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി കൊടുക്കുന്നത്. അതായത് ഒരു $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം. ഓക്കെ, $10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $12,250 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഈ ഒരു ഓഫർ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസ്, 1000 ഇടുന്ന ആൾക്ക് $2,000 ട്രേഡ് ചെയ്യാം. ഓക്കെ, $10,000 ഇടുന്ന ആൾക്കാർക്ക് $13,000 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഈ ഒരു ബോണസ് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അത് നമുക്ക് ലോങ്ങർ ടേമിൽ നമ്മുടെ GBP USDയിലും USD JPYയിലും നമുക്ക് അലോട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ അലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ. സോ GBP നമുക്ക് 1.3200 കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 to 6 months നമുക്കൊരു 1.400 ആയിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, GBPയിലാണെങ്കിൽ 162 അവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു പൊസിഷൻ കിട്ടി അവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 months നമുക്കൊരു 2000 പിപ്പിൻ്റെ ഒക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും അവിടുന്ന് നമുക്ക് നല്ലൊരു ഒരു താഴ്ച നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. സോ ഇതാണ് നമ്മൾ എന്താ പറയുക ഒരു ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു പാസീവ് ഇൻകം പോലെ നമുക്ക് കിട്ടുക. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ഇതിന് ട്രേഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധം പിടിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടല്ലേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിന്തിക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിന് വേണം എങ്ങനെ നിങ്ങൾക്ക് അത് അങ്ങനെ അലോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പേഴ്സണലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, സോ അറ്റ് ദ എൻഡ് നമുക്ക് നേരെ ഗോൾഡിലോട്ട് വരാം. ഐഡിയ ഇല്ല, 4822 നിൽക്കുന്നു. ഈ സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ഓക്കെ, 4000 മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. അങ്ങനെയാണ് ബേസിക്കലി സംഭവിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ മാർക്കറ്റ് താഴെ പോയപ്പോൾ 4756 വരെ പോയി. ഓക്കെ, ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പല ക്യാൻഡിൽസും 4777 2 ക്യാൻഡിൽസ് മാത്രമാണ്, ബാക്കിയെല്ലാം 4780 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടിട്ട് തന്നെ 4780 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 4780 അവിടെ നിന്ന് നമുക്ക് ബൈ എൻട്രി എടുക്കാം. US സെഷന് മുന്നേ ആയിട്ട് 4780 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി. 4780 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ $20 to $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് വേണം ട്രേഡ് എടുക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവാണ്. വൈഡൻ ചെയ്യുക സ്റ്റോപ്പ് ലോസ്, കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത്രയും വൈൽഡായിരിക്കും. വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക, അങ്ങനെയൊക്കെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഓക്കെ, സോ 4780 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഈ ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ബാക്കി ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് തൽക്കാലം പറയാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും
ഗുഡ് ബൈ.